പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗർഡറുകൾ തകർന്നു വീണ് മരിച്ച ഹരിപ്പാട് സ്വദേശി രാജേഷിന്റെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് സുഹൃത്തുക്കൾ. സ്ഥലത്ത് വൻ പ്രതിഷേധം. പുലർച്ചെ 2:30-യോടെയാണ് അപകടമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി വിനയ ചേരുന്നു. വിനയ, കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഉയരപ്പാത നിർമ്മാണമാണ് തുറവൂരിൽ നടക്കുന്നത്. ആലപ്പുഴ തുറവൂരിൽ നടക്കുന്നത്. നമുക്ക് മുൻപും കണ്ടതാണ് നിരവധിയായിട്ടുള്ള അപകടങ്ങൾ ഈ സ്ഥലത്ത് തന്നെ നടന്നിട്ടുണ്ട്. പ്രധാനമായും അപകട മേഖല എന്ന് തന്നെയാണ് ജനങ്ങളടക്കം വ്യക്തമാക്കുന്ന കാര്യം. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ സാക്ഷിയാണ് കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒരു അപകടം എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇന്നലെ പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം നടന്നിട്ടുണ്ടായിരുന്നത്. ഈ പിക്കപ്പ് വാനിൽ മുട്ടയുമായി പോകുന്ന രാജേഷാണ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പുലർച്ചെയാണ് അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിക്കപ്പ് വാനിന് മുകളിലേക്ക് ഗർഡർ വീണാണ് ഈ ഒരു അപകടം ഉണ്ടായത്. സംഭവത്തിൽ ഈ ഡ്രൈവർ മരിക്കുകയും മറ്റും ചെയ്തിരുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ പ്രധാനമായും ഈ മരിച്ച രാജേഷ്, ഹരിപ്പാട് സ്വദേശിയായിട്ടുള്ള രാജേഷിന്റെ മൃതദേഹം ഇപ്പോൾ ജനറൽ ആശുപത്രിയിലാണുള്ളത്. മൃതദേഹം ഏറ്റെടുക്കില്ല എന്ന് തന്നെയാണ് ഈ ബന്ധുക്കാരടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏകദേശം 90 ടൺ ഭാരം വരുന്ന ഗട്ടറുകളാണ് സ്ഥാപിക്കുന്നുണ്ടായിരുന്നത്. ആദ്യം ഈ ഗട്ടറുകൾ ഒരുമിച്ചാണ് സ്ഥാപിക്കുക. അതിനുശേഷമാണ് പിന്നീട് ഒരു നിശ്ചിത അകലത്തിലേക്ക് മാറ്റിവെക്കുന്നത്. അത്തരത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 2 ഗട്ടറുകളായിരുന്നു വീണിട്ടുണ്ടായിരുന്നത്. പിക്കപ്പ് വാനിന് മുകളിലേക്കാണ് ഈ ഗട്ടറുകൾ വീണിട്ടുണ്ടായിരുന്നത്. മുട്ട കൊണ്ടുപോകുന്ന പിക്കപ്പ് വാനായിരുന്നു. പ്രധാനമായും ഈ രാജേഷ് എന്ന് പറയുന്നത് ആലപ്പുഴ സ്വദേശിയാണ്. രാജേഷ് പ്രധാനമായും ആലപ്പുഴയിൽ മാത്രമാണ് ഈ വാഹനം മറ്റും ഓടിക്കാറുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ എറണാകുളത്തേക്ക് ഈ മുട്ട കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട പിക്കപ്പ് വാനിൽ വരുന്നതിനിടെയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ ഗട്ടറുകൾ ഒന്ന് പൂർണ്ണമായും ഈ വാനിന് മുകളിലേക്കും ഒന്ന് നിശ്ചിത അകലത്തിലേക്കും വീഴുകയായിരുന്നു. അങ്ങനെയാണ് രാജേഷിന്റെ മരണം മറ്റും സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 3 മണിക്കൂറോളം പണിപ്പെട്ടാണ് ഈ പിക്കപ്പ് വാൻ ഇതിനടിയിൽ നിന്നും മാറ്റാനടക്കം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യം, നാട്ടുകാരടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ പ്രധാനമായും നാട്ടുകാർ ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പണി നടക്കുന്ന സമയത്തൊന്നും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല എന്നാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം. പ്രധാനമായും ഇത്തരത്തിൽ പണി നടക്കുമ്പോൾ ഈ ഗതാഗത മാർഗങ്ങളടക്കം തന്നെ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഈ പ്രധാനമായും ഈ വരുന്ന വാഹനങ്ങൾക്ക് നിർദ്ദേശങ്ങളടക്കം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പ്രധാനമായും നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു അല്പസമയം മുൻപ് നടന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഈ രാജേഷിന്റെ ബന്ധുക്കാരടക്കമാണെങ്കിലും കുടുംബക്കാരടക്കമാണെങ്കിലും വ്യക്തമാക്കുന്ന കാര്യം മൃതദേഹം തങ്ങൾ ഏറ്റെടുക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോഴാണ് ഈ ഗട്ടറുകൾ മുറിച്ചു മാറ്റുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത്. നേരത്തെ ഡെപ്യൂട്ടി കളക്ടർ അടക്കം തന്നെ സ്ഥലത്തെത്തുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു അപകടം ഉണ്ടായത് പിന്നാലെ തന്നെ ഉയരപ്പാത മേഖലയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഗർഡർ അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ആലപ്പുഴ ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തി വിട്ടിരുന്നില്ല. വാഹനങ്ങൾ വഴി തിരിച്ചു വിടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ തന്നെ എറണാകുളത്ത് നിന്നും ആലപ്പുഴയിലേക്ക് പോകുന്ന വാഹനങ്ങളാണെങ്കിലും കോട്ടയം ഭാഗത്തുകൂടെ കടത്തിവിടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ കടത്തിവിടാൻ തുടങ്ങിയത് നേരത്തെ ഡെപ്യൂട്ടി മേയർ അടക്കം തന്നെ സ്ഥലം സന്ദർശിക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധിക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. പ്രധാനമായും ഈ അരൂർ തുറവൂർ ഉയരപ്പാത മേഖലയിൽ തന്നെ ഇത് ആദ്യമായിട്ടല്ല ഈ ഒരു അപകടം നേരത്തെയും സമാനമായിട്ടുള്ള രീതിയിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ജീവനുകളടക്കം തന്നെ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ ഒരു ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഈ ഒരു പണി നടക്കുന്ന സമയത്ത് തന്നെ നിരവധിയായിട്ടുള്ള ജീവനുകൾ ഈ സ്ഥലത്ത് തന്നെ പൊഴിഞ്ഞു പോകുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള രീതിയിൽ നിർദ്ദേശങ്ങൾ നൽകാത്തത് മൂലം തന്നെയാണ് ഈ ഒരു അപകടങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഈ ഗട്ടറുകൾ പ്രധാനമായും സ്ഥാപിക്കുന്ന സ്ഥലത്ത് ഗതാഗത നിയന്ത്രണങ്ങൾ
നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് പതിവ്. പക്ഷേ ഈ ഭാഗത്ത് അത്തരത്തിൽ ഒരു തരത്തിലുമുള്ള നിയന്ത്രണങ്ങളും ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്ന കാര്യം. കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല. നിർദ്ദേശങ്ങൾ നൽകിയിരുന്നെങ്കിൽ ഈ ഒരു അപകടം ഉണ്ടാകില്ലായിരുന്നു എന്ന് തന്നെയാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം. എന്തായാലും രാജേഷിന്റെ മൃതദേഹം ഇപ്പോൾ ജനറൽ ആശുപത്രിയിലാണുള്ളത്. ജനറൽ ആശുപത്രിയിൽ ഈ പ്രതിഷേധങ്ങൾക്കടക്കം തന്നെ സാഹചര്യമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഈ ബന്ധുക്കാരടക്കം തന്നെ വ്യക്തമാക്കുന്നത് മൃതദേഹം ഏറ്റെടുക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് തന്നെ മനസ്സിലാക്കാം. ശരി, വ്യക്തമാണ്. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗർഡറുകൾ തകർന്നു വീണ് മരിച്ച ഹരിപ്പാട് സ്വദേശി രാജേഷിന്റെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. സ്ഥലത്ത് വൻ പ്രതിഷേധമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിനയ രാജാണ്.